വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3-ാം ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന പാഠത്തിൻ്റെ എക്സർസൈസാണ്. നിങ്ങൾ എടുക്കേണ്ടത് പേജ് 31. പേജ് 31 ഉള്ള എക്സർസൈസാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ആൻ ചേർത്ത് പൂരിപ്പിക്കണം. ഐ ഷോ ആൻ ഈഗിൾ യെസ്റ്റർഡേ. ഐ ഷോ ആൻ ഈഗിൾ, ഞാനൊരു കഴുകനെ കണ്ടു. യെസ്റ്റർഡേ, ഇന്നലെ. അപ്പം ആൻ ഈഗിളിനെ പറയുള്ളൂ. എന്തുകൊണ്ടാണ്? ഈഗിൾ എന്നുള്ള വാക്ക് തുടങ്ങുന്നത് ഈ എന്ന അക്ഷരം കൊണ്ടാണ് അല്ലേ? ഈഗിൾ തുടങ്ങുന്ന ഈ എന്ന അക്ഷരം കൊണ്ടാണ്. അതൊരു വവൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ ചേർത്ത് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. മായ ബ്രോട്ട് ആ നമ്പറില്ല. AEIOU എന്നുള്ളതിൽ യു ആണ് ഇവിടുത്തെ ഈ പറയുന്ന വവൽ സൗണ്ട്. നമ്പറില തുടങ്ങിയിരിക്കുന്ന യു കൊണ്ടാണ്. അതുകൊണ്ട് ആ നമ്പറില എന്നേ എഴുതുള്ളൂ. ആൻ ഐസ്ക്രീം. അപ്പം നിങ്ങൾ പറഞ്ഞു പഠിക്കേണ്ടത് ആൻ ഈഗിൾ, ആ നമ്പറില, ആൻ ഐസ്ക്രീം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് എ ഓർ ആൻ. അടുത്തതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് എ ഓർ ആൻ. എയോ ആനോ ഏതെങ്കിലും ചേർത്ത് നിങ്ങൾ ഫിൽ ചെയ്യണം. അതേതാണെന്ന് നോക്കാം. ഡാഷ് ബ്രൗൺ ഹെൻ ലെയ്ഡ്. അവിടെ എ ബ്രൗൺ ഹെൻ ലെയ്ഡ് എന്നേ പറയുള്ളൂ. എ ബ്രൗൺ ഹെൻ ലെയ്ഡ് ആൻ എഗ്. മനസ്സിലായില്ലേ? AEIOU എന്നീ വവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്നതിനെ നമ്മൾ ആൻ ഉപയോഗിക്കുന്നു. അല്ലാത്തപ്പം നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ബ്രൗൺ ഹെൻ, ഒരു ബ്രൗൺ നിറത്തിലുള്ള കോഴി. ലെയ്ഡ് ആൻ എഗ് അല്ലേ, ഒരു മുട്ടയിട്ടു. ആൻ ഈഗിൾ സാറ്റ് ഓൺ എ ബിൽഡിംഗ്. ആൻ ഈഗിൾ സാറ്റ് ഓൺ എ ബിൽഡിംഗ്. അപ്പോൾ അത് മനസ്സിലാക്കണമല്ലോ. അടുത്തത് മേരി എയ്റ്റ് ആൻ ആപ്രിക്കോട്ട്. മേരി എയ്റ്റ് ആൻ ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പഴമാണ്. മേരി എയ്റ്റ് ആൻ ആപ്രിക്കോട്ട്. എ ചിക്കു ആൻഡ് ആൻ ഓറഞ്ച്. എന്നൊക്കെ കഴിച്ച മേരി എയ്റ്റ് ആൻ ആപ്രിക്കോട്ട്, എ ചിക്കു ആൻഡ് ആൻ ഓറഞ്ച്. അതാണ് എൻ്റെ ശരി കേട്ടോ. പിന്നെ ഇതിന് താഴെ കൊടുത്തിരിക്കുന്നത് പേസ്റ്റ് എ പിക്ചർ ഓഫ് യുവർ ഫ്രണ്ട്. കണ്ടില്ലേ, ഒരു കണ്ണാടി പോലെ വരച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു പടം, ഒരു ഫോട്ടോ ഒട്ടിക്കണം. ആരുടെയാ? ഫ്രണ്ടിൻ്റെ ഫോട്ടോ കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇത് നമുക്കൊന്ന് വായിക്കാം. റൈറ്റ് എ ഫ്യൂ ലൈൻസ് അബൌട്ട് യുവർ ഫ്രണ്ട് ബൈ ഫില്ലിങ് ഇൻ ദ ബ്ലാങ്ക്സ്. റൈറ്റ് എ ഫ്യൂ ലൈൻസ് അബൌട്ട് യുവർ ഫ്രണ്ട്. ഫ്രണ്ടിനെ പറ്റി കുറേ കാര്യങ്ങൾ എഴുതണം. നിങ്ങളിവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതാം. ബ്ലാങ്ക്സ് ആയിട്ട് കിടക്കുന്ന ഭാഗം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയേ. മൈ ഫ്രണ്ട്സ് നെയിം ഈസ്, ഒരു പേര് പറഞ്ഞുകൊള്ളുക. ഞാനും പറയുന്നു മൈ ഫ്രണ്ട്സ് നെയിം ഈസ് അനിൽ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് എഴുതുക. ഹീ ഓർ ഷീ ഈസ് എ ബോയ്. ഗേൾ, ഹീ ഈസ് എ ബോയ്. പെൺകുട്ടിയാണെങ്കിൽ ഷീ ഈസ് എ ഗേൾ എന്ന് എഴുതുന്നുണ്ട്. മനസ്സിലായില്ലേ? ഹീ ഈസ് എ ബോയ് എന്ന് പറഞ്ഞാൽ അവർ ആൺകുട്ടിയാണ്. ഷീ ഈസ് എ ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാകുന്നു, അവൾ പെൺകുട്ടിയാകുന്നു. അപ്പോൾ അവിടെ ഉചിതമായ രീതിയിൽ എഴുതിയാൽ മതി. ഹീ ഈസ് എ ബോയ്. അപ്പോൾ ഞാൻ പറയുമ്പം അനിലെന്നും അല്ലേ പേര് എഴുതിയത്. അപ്പോൾ ഹീ ഈസ് എ ബോയ് എന്ന് ഞാൻ എഴുതും. മനസ്സിലായില്ലേ? ഹീ ഓർ ഷീ ഈസ് 5 years old or 6 years old. നിങ്ങളുടെ ഉള്ള സമപ്രായക്കാരൊക്കെ ആയിരിക്കും, 8 years ഒക്കെ ആയിരിക്കും അല്ലേ? നൗ ഹീ ഓർ ഷീ ഈസ് എ ഡാഷ് ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ 10 years old എന്ന് നോക്കാം. 10 വർഷം പ്രായമുണ്ട് അല്ലേ? അങ്ങനെ വേണേൽ വെക്കാം. ഹീ ഈസ് 10 years old എന്നോ ഷീ ഈസ് 10 years old എന്നോ എഴുതാം കേട്ടോ. ദെൻ ഒന്നുകിൽ പെൺകുട്ടിയാണെൻ്റെ കാര്യം പറയുന്നെങ്കിൽ ഷീ ലൈക്സ് ടു പ്ലേ ഫുട്ബോൾ. അല്ല, പെൺകുട്ടിയാണ്, ഷീ ലൈക്സ് ടു പ്ലേ ചെസ് എന്ന് പറയാം. ഫുട്ബോളൊന്നും പെൺകുട്ടികളധികം ഓടിത്തട്ടി നടക്കുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഷീ ലൈക്സ് ടു പ്ലേ ചെസ്. ഹീ ആണെങ്കിലോ ഹീ ലൈക്സ് ടു പ്ലേ എന്ന് ഫുട്ബോളിൽ പറയാം. ദെൻ ഹീ വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. ഷീ ആണെങ്കിൽ പറഞ്ഞാൽ മതി. എങ്ങനെ? ഷീ വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ മൈ ഫ്രണ്ട്സ് നെയിം ഈസ് രാജു. ഹീ ഈസ് എ ബോയ്. ഹീ ഈസ് 10 years old. His favorite color is yellow. He likes to play football.
ഹീ വോണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. ഇനി പെൺകുട്ടിയുടെ പേരെഴുതിയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ മൈ ഫ്രണ്ട്സ് നെയിം ഈസ് സീത. ഷീ ഈസ് എ ഗേൾ. ഷീ ഈസ് 10-year-old. ഹെർ ഫേവററ്റ് കളർ ഈസ് ഗ്രീൻ. ഷീ ലൈക്സ് ടു പ്ലേ ചെസ്. ഷീ വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. അങ്ങനെ എഴുതാം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അത് കണ്ടോ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചേ. ഡ്രോ പിക്ചേഴ്സ് യൂസിങ് ദ 4 friends മെൻഷൻഡ് ഇൻ ചാപ്റ്റർ 3. യു ക്യാൻ യൂസ് പിക്ചേഴ്സ് ഗിവൺ ബിലോ ഫോർ ഐഡിയ. ഇതാ കണ്ടില്ലേ, ഒരു പടം തന്നിട്ടുണ്ട്. അതിൽ ത്രികോണവും ചതുരവും ഒക്കെ ഉണ്ട്. സ്ക്വയർ ഈസ് ദെയർ, ട്രയാങ്കിൾ ഈസ് ദെയർ, സർക്കിൾ ഈസ് ദെയർ. അങ്ങനെ നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ പടം വരയ്ക്കണം. ഡ്രോ പിക്ചേഴ്സ് യൂസിങ് 4 friends. ഏതൊക്കെയാണ് 4 friends? സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ. അപ്പോൾ അങ്ങനെ ആ കൂട്ടുകാരായിരിക്കുന്ന 4 പേരില്ലേ, ആ 4 പേരെ ഉപയോഗിച്ച് ഇവിടെ പടം വരയ്ക്കണം. കണ്ട ഒരു പടം ഇടം തന്നിട്ടുണ്ട്, അവിടെ നിങ്ങൾ പടം വരയ്ക്കണം. ഉദാഹരണം മുകളിൽ കൊടുത്തിരിക്കുന്നത് നോക്കി അതേപോലെ ഉണ്ടോ. കുന്നുംപുറമൊക്കെ ആണെങ്കിൽ കൂർത്ത് ട്രയാങ്കിളാണ്, കെട്ടിടങ്ങളെല്ലാം റെക്റ്റാങ്കിളാണ് അല്ലേ. ആ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും മുഖം സർക്കിളാണ്. അങ്ങനെ ഓരോന്നും ആലോചിച്ച് നിങ്ങൾ ഒരു പടം വരയ്ക്കാനാണ് വരുന്നത് കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളത് എഴുതണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ 34-ാമത്തെ പേജിൽ എന്തെല്ലാം പക്ഷികളാണ്. ആദ്യം ഒരു പക്ഷി, പിന്നെ 2 പക്ഷി, പിന്നെ 2 കുരങ്ങന്മാർ, പിന്നെ താഴെ എന്താണ്? ഡോഗ്സാണ്. അപ്പോൾ അതേപ്പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫൺ വിത്ത് വേർഡ്സ്. വാക്കുകൾ കൊണ്ടൊരു തമാശ. വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കാൻ പഠിക്കുകയാണ്. ഹു ആർ യു? നിങ്ങൾ ആരാകുന്നു? ഹു ആർ യു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ആരാകുന്നു. ആൻഡ് വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആൻഡ് വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് ആ മുകളിലിരിക്കുന്ന പക്ഷിയോ അല്ലെങ്കിൽ കുരങ്ങച്ചനോ താഴെയുള്ള പക്ഷികളോട് ചോദിക്കുക. മനസ്സിലല്ലേ? നിങ്ങൾ ആരാകുന്നു? അപ്പോൾ അവർ പറഞ്ഞു വി ആർ ബേർഡ്സ്. ഞങ്ങൾ പക്ഷികളാകുന്നു. വി ആർ ബേർഡ്സ്. ഞങ്ങൾ പക്ഷികളാണ്. വി ചർപ്പ് ആൻഡ് സിങ്. വാട്ട് ഡു യു ഡു എന്നുള്ളതിന് മറുപടിയാണ് വി ചർപ്പ് ആൻഡ് സിങ് എന്ന് പറയുന്നത്. ഞങ്ങൾ പക്ഷികൾ ചിലയ്ക്കില്ലേ, ചിലയ്ക്കുന്നു, പാട്ട് പാടുന്നു. അതാ പറഞ്ഞു. ഇനി അടുത്തത് നോക്കാം. ഹു ആർ യു? അത് കുരങ്ങച്ചനോട് ചോദിക്കുന്നത്. അപ്പോൾ കുരങ്ങച്ചൻ എന്താ പറയും? കുരങ്ങച്ചനോട് ചോദിക്കുന്നു ഹു ആർ യു. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആൻഡ് വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പം പറയുന്നു കുരങ്ങച്ചന്മാരെന്നാ പറയുന്നത് അറിയാമോ? വി ആർ മങ്കീസ്. ഞങ്ങൾ കുരങ്ങന്മാരാണ്. വി ജമ്പ് ആൻഡ് സ്വിങ്. ഞങ്ങൾ ചാടുകയും മരത്തിലൊക്കെ തൂങ്ങിയാടുകയും. സ്വിങ് മീൻസ് ഊഞ്ഞാലാടുക അല്ലേ. ഞങ്ങളിങ്ങനെ കമ്പയിലൊക്കെ പിടിച്ച് കിടന്ന് ഇങ്ങനെ ഊഞ്ഞാലാണ്. ദെൻ അടുത്തത് നോക്കിയേ. ഹു ആർ യു? നിങ്ങളാരാണ്? ആൻഡ് വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പട്ടികൾ എന്താ പറയുന്നത്? പട്ടികളോട് ചോദിച്ചാൽ അപ്പോൾ പട്ടികൾ പറയുന്നത് വി ആർ ഡോഗ്സ്. ഞങ്ങൾ നായ്ക്കളാണ്, ഞങ്ങൾ പട്ടികളാണ്. വി റൺ ആൻഡ് ബാർക്ക്. ഞങ്ങൾ ഓടും കുരയ്ക്കുകയും ചെയ്യും. ഞങ്ങൾ ഓടിക്കൊണ്ട് കുരയ്ക്കും അല്ലേ. വി റൺ ആൻഡ് ബാർക്ക്. ഞങ്ങൾ ഓടും കുരയ്ക്കും എന്നാ പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്ത പേജിലോട്ട് പോകാം. ഈ പടത്തിൽ കണ്ടോ എന്തൊക്കെയുണ്ട്? പൂച്ചയുണ്ട്, ആനയുണ്ട്, സിംഹമുണ്ട്. അപ്പോൾ അവരോട് എന്നാ ചോദിക്കുന്നത്? ഹു ആർ യു എന്ന് ചോദിക്കുകയാണ്. ഹു ആർ യു ആൻഡ് വാട്ട് ഡു യു ഡു എന്ന് പൂച്ചയോട് ചോദിക്കുക. പൂച്ച പറയും വി ആർ ക്യാറ്റ്സ്. ഞങ്ങൾ പൂച്ചകളാണ്. വി മ്യൂ ഇൻ ദ ഡാർക്ക്. ഞങ്ങൾ ഇരുട്ടിൽ നിന്ന് കരയും അല്ലേ. മ്യാവൂ എന്ന് കരയും. വി മ്യൂ ഇൻ ദ ഡാർക്ക്. ഞങ്ങൾ ഇരുളിലിരുന്നുകൊണ്ടേ മ്യാവൂ എന്ന് കരയും. അടുത്ത നോക്കി. ഹു ആർ യു ആൻഡ് വാട്ട് ഡു യു ഡു? നിങ്ങൾ ആരാകുന്നു? ആൻഡ് വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ആനകൾ പറയുന്നത് എന്താ ചോദിച്ചേ? ആനകൾ എന്താ പറയുന്നത് നോക്കിക്കേ. വി ആർ എലിഫൻസ്. ഞങ്ങൾ ആനകളാകുന്നു. വി റൈസ് അവർ ട്രങ്ക്സ്. ഞങ്ങൾ ഞങ്ങളുടെ തുമ്പിക്കര ഉയർത്തുന്നു അല്ലെ തുമ്പിക്കൈ ഉയർത്തുന്നു.
ഉണ്ടല്ലേ, അതാ പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഹു ആർ യു ആൻഡ് വാട്ട് ഡു യു ഡു എന്ന് ആനയോട് ചോദിക്കുമ്പം ആന പറയുന്നത് എന്താണ്? വി ആർ എലിഫൻസ്, ഞങ്ങൾ ആനകളാകുന്നു. വി റൈസ് അവർ ട്രങ്ക്സ്, ഞങ്ങളുടെ തുമ്പിക്കൈ ഉയർത്തുന്നു. അടുത്ത് ഹു ആർ യു ആൻഡ് വാട്ട് ഡു യു ഡു എന്നാരുടെ ചോദിക്കുന്നത്? സിംഹത്തോടെ ചോദിക്കുന്നുണ്ടല്ലേ. ഹു ആർ യു എന്ന ചോദ്യത്തിന് ഉടനെ മറുപടി വരുന്നുണ്ട് അല്ലേ. 2 ചോദ്യമാണ്, ഹു ആർ യു ആൻഡ് വാട്ട് ഡു യു ഡു എന്ന 2 ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹു ആർ യുവിൻ്റെ ഉത്തരം എന്നാ? വി ആർ ലയൺസ്, ഞങ്ങൾ സിംഹങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം എന്നാണ്? ആൻഡ് വാട്ട് ഡു യു ഡു എന്നാ അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? വി റോർ ആൻഡ് ഹൺ, ഞങ്ങൾ അലറി വിളിക്കും. വി റോർ, ഞങ്ങൾ ഗർജിക്കും അല്ലേ. ആൻഡ് ഹണ്ട്, പിന്നെ വേട്ടയാടും. സിംഹങ്ങൾ ഗർജിക്കുകയും വേട്ടയാടുകയും ചെയ്യും. അതാ പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് വായിച്ചു എഴുതിയൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.